സുഹൃത്തുക്കളെ, നമ്മുടെ ഇതുവരെയുള്ള നമ്മുടെയൊക്കെ ഈ പ്രായത്തിൻ്റെ അനുഭവത്തിനനുസരിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിലും അജണ്ട തീരുമാനിക്കുന്നത് സാധാരണഗതിയിൽ എൽ ഡി എഫ് ആണ്. എൽ ഡി എഫ് എന്ന് പറഞ്ഞാൽ സി പി എം ആണ്. സി പി എം ഇട്ടുകൊടുക്കുന്ന ചൂണ്ടയിൽ കൊത്തുന്ന ഒരു പണി മാത്രമാണ് പലപ്പോഴും യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ്, മുസ്ലിം ലീഗൊക്കെ ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ ബി ജെ പി ഒക്കെ ചെയ്യാറുള്ളത്. പക്ഷെ അതിന് പകരം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അജണ്ട തീരുമാനിക്കുന്നത് വി ഡി സതീശൻ എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. കോൺഗ്രസ് എന്ന് തന്നെ പറയാൻ പറ്റില്ല. കാരണം വി ഡി സതീശൻ വളരെ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങൾക്കകത്ത് ഓരോ നീക്കം നടത്തുന്നു. ആ നീക്കത്തിൻ്റെ പുറകെ ഓടേണ്ടി വരുന്നൊരു ഗതികേട്ടിലേക്ക് സി പി എം പിണറായി വിജയനും എല്ലാം എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ വി ഡി സതീശനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെ കഞ്ഞിക്കുടി സതീശൻ എന്നൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ അഭിപ്രായത്തിനകത്ത് മാറ്റം വന്നത് പുതുപ്പള്ളി, തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുകളിലാണ്. അങ്ങനെയുള്ള 2 ബൈ ഇലക്ഷനകത്തും കാണിച്ചിട്ടുള്ളൊരു ഭയങ്കര പെർഫോമൻസ് ഉണ്ട്. അതെനിക്ക് കോൺഗ്രസ് നേതാക്കന്മാരിൽ നിന്ന് തന്നെ നേരിട്ടറിയാം. അവിടെ ഇരുന്ന് കാര്യങ്ങൾ ഓരോരുത്തരും ഏതൊക്കെ ബൂത്തിൽ പോയി, ഓരോരുത്തരും ഏതൊക്കെ ഈ ഹൗസ് ക്യാമ്പയിനിലെത്തി, ഓരോരുത്തരും എവിടെയൊക്കെ പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ചു എന്നുള്ളത് ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്യുകയും ഏതെങ്കിലും നേതാക്കന്മാരവിടെ പോകാതിരുന്നാൽ അവരെ വിളിച്ചിട്ട് റിമൈൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഓർഗനൈസിങ് കപ്പാസിറ്റി സതീഷിന് അതിൽ കാണിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ 2 തെരഞ്ഞെടുപ്പിലും മനസ്സിലായിട്ടുള്ളത്. 2 തെരഞ്ഞെടുപ്പിലെയും വിജയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പങ്ക് പുതുപ്പള്ളി, തൃക്കാക്കരയാകുമ്പോൾ പി ടി തോമസിൻ്റെ ഒരു വൈകാരികമായിട്ടുള്ള ജനങ്ങളുടെ ബന്ധം അതിനകത്ത് പ്രധാനപ്പെട്ട ഘടകമാണ്. പുതുപ്പള്ളിയാകുമ്പം അവിടെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വലിയ ഫാക്ടർ ഉണ്ട്. ഇതൊക്കെ ഉണ്ടാകുമ്പോഴും ഇതിനെ ഏകോപിപ്പിച്ചതിനകത്ത് വി ഡി സതീശന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കാനുണ്ടായിരുന്നു. അദ്ദേഹം അത് വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ബോധ്യമുള്ളതാണ്. നമ്മൾ നിരന്തരം രാഷ്ട്രീയം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളല്ലേ. ഒരു അഡ്മിനിസ്ട്രേഷൻ അഡ്മിൻ കപ്പാസിറ്റി അദ്ദേഹത്തിനുണ്ട്. അതേപോലെ തന്നെ നല്ലൊരു ഓർഗനൈസറാണ്, നല്ലൊരു ലീഡിങ് പേഴ്സണാലിറ്റി ഉണ്ട്. ഇതൊക്കെ അദ്ദേഹം അവിടെ പ്രൂവ് ചെയ്തു. കോൺഗ്രസ്സുകാരിൽ ഒരാൾക്ക് പോലും, കോൺഗ്രസിൻ്റെ എം എൽ എമാർക്ക് പോലും, നമ്മളോടൊക്കെ വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പോൾ ചില ജില്ലാ നേതാക്കന്മാർ, ഡി സി സി ഭാരവാഹികൾ, ബാക്കിയുള്ളവരൊക്കെ ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പായിട്ട് തന്നെ ബന്ധപ്പെട്ട് ഒരു സ്വസ്ഥത ആയിരുന്നില്ല ഈ മനുഷ്യൻ എന്ന് പറയുന്നത്. കാരണം ഈ മനുഷ്യൻ്റെ നോട്ടം എവിടെ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഈ 2020 അടിക്കണം എന്നുള്ളത് ആഗ്രഹം, അതൊക്കെ നടക്കുമെന്നുള്ളത് വേറെ കാര്യം. അത് നമുക്ക് പരിശോധിക്കപ്പെടേണ്ടതാണ്. കാരണം എനിക്ക് തിരുവനന്തപുരത്ത് ഒരു അതേപോലെ തന്നെ ആലത്തൂർ, തൃശ്ശൂർ, ഈ 3 മണ്ഡലങ്ങൾക്കകത്ത് എനിക്ക് എതിരെ അഭിപ്രായമുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇപ്പോൾ നമ്മുടെ വിഷയം ഇദ്ദേഹമാണ്. ആര്? വി ഡി സതീശനാണ്. വി എസ് അച്യുതാനന്ദന് ശേഷം കേരളം കണ്ട ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവ്. വി എസ് അച്യുതാനന്ദന് മുമ്പും അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിട്ടില്ല. വി എസ് അച്യുതാനന്ദന് 57 തൊട്ട് വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവ് ആകുന്നിടം വരെയുള്ള ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവിനെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ വി എസ് അച്യുതാനന്ദന് ശേഷം കേരളം കണ്ട ഏറ്റവും മികച്ച 2ാമത്തെ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ വി ഡി സതീശനാണെന്ന് ഒരു പക്ഷേ സമ്മതിച്ചു കൊടുക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക്. വി ഡി സതീശനോട് വ്യക്തിപരമായ വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും എനിക്കത് ഉണ്ട്. ഞാനിത് വി ഡി സതീശനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇന്ന് വരെ അദ്ദേഹമായിട്ട് നേരിട്ട് കണ്ടിട്ടില്ല. ചാനലിൽ കാണുന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹമായിട്ട് ഫോണിൽ സംസാരിച്ചിട്ടില്ല. അതൊന്നുമില്ല. അത്തരം യാതൊരുവിധ കമ്മിറ്റ്മെൻറ്റും എൻ്റെ ഭാഗത്തൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ ഭാഗത്തൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടോ എന്ന് എനിക്കറിയില്ല, എൻ്റെ ഭാഗത്തൊന്നുമില്ല. ഞാൻ പക്ഷേ കണ്ണിൽ കാണുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുകയും സ്വന്തം തലകൊണ്ട് ചിന്തിക്കുകയും സ്വന്തം നാക്കുകൊണ്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ വി ഡി സതീശൻ കേരളം കണ്ട ഏറ്റവും മികച്ച 2ാമത്തെ പ്രതിപക്ഷ നേതാവാണ് എന്ന് പറഞ്ഞാൽ അതിൽ കുറ്റമില്ല എന്നാണ് എനിക്ക് അഭിപ്രായം. എപ്പോഴും പ്രതിപക്ഷ നേതാവിൻ്റെ പണി മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് ദിവസം 4 വട്ടം പറയാമെന്നുള്ളതല്ല എന്നുള്ളത് ബോധ്യപ്പെടുത്തുകയും കൃത്യമായി നിയമനിർമ്മാണ സഭയ്ക്കകത്ത്, പ്രത്യേകിച്ച് നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ആര്യയുടെ മുഹമ്മദിനെ പോലെയും പി എം ജേക്കബിനെ പോലെയും പി കെ ഗുരുദാസിനെ പോലെയൊക്കെയുള്ള, ടി കെ രാമകൃഷ്ണനെ പോലെയുള്ള ഈ ഇരുവിഭാഗത്തിലും പെട്ടിട്ടുള്ള സി എച്ച് മുഹമ്മദ് പോലെയുള്ള മുസ്ലിം ലീഗിലും സി പി എമ്മിലും കോൺഗ്രസിലും ഒക്കെയുള്ള ഒരുപാട് പ്രഗത്ഭരായ നിയമസഭാ സാമാജികരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആധുനിക കാലത്ത് കേരള നിയമസഭയ്ക്കകത്ത് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആൾ മികച്ച നിയമസഭാ സാമാജികനാണെന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. പക്ഷെ അതേസമയം സതീശൻ ഓരോ ബില്ലിനകത്തും വളരെ കൃത്യമായി ഇടപെടുകയും വളരെ അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച് വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന അപൂർവമായ ഒരു നിയമസഭാ സാമാജികൻ എന്ന അദ്ദേഹത്തിൻ്റെ ശേഷി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഓരോ വിഷയത്തിനകത്ത് ഇപ്പോൾ പി വി അൻവർ നിലമ്പൂർ MLA, എൻ്റെ MLA ആണ് അൻവർക്ക് മീൻ വണ്ടിയിൽ 150 കോടി കൊണ്ടുവന്നിട്ട് സതീഷിന് കൊടുത്തു എന്നപ്പോൾ സതീഷിൻ്റെ മറുപടി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സതീഷിനേക്കാൾ എനിക്ക് പിന്നീട് കുറച്ചും കൂടി അറ്റാച്ച്മെൻറ്റ് തോന്നുന്നത് അൻവറിനോടാണ്. അൻവറിൻ്റെ ഓഫീസുമായിട്ടൊക്കെ എനിക്ക് അങ്ങനെ ബന്ധം ഉണ്ടായിരുന്ന. ഇപ്പം ക്ഷമിക്കണം, ക്ഷമയുണ്ട്.
പക്ഷേ PV അൻവർ പറഞ്ഞപ്പോൾ സതീഷിന്റെ മറുപടി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സതീശൻ പറഞ്ഞത് എനിക്ക് ചിരിക്കണോ കരയണോ എന്നറിയില്ല എന്ന് പറയുമ്പം ഭരണപക്ഷത്തുള്ളവർ വരെ ചിരിക്കുക അൻവറിനെ കളിയാക്കിയിട്ട്. കാരണം ഇവർക്ക് പൊട്ടിച്ചിരിക്കാൻ വയ്യ, കുത്തി ഇങ്ങനെ ചിരിക്കുക. കാരണം എന്ന് വെച്ചാൽ ഇതൊരു ഉടായിപ്പ് ആരോപണമാണ് എന്നുള്ളത് ഒരൊറ്റ വാക്കിലൂടെ തെളിയിക്കാൻ സതീഷിന് കഴിഞ്ഞു. മാത്രമല്ല ബാംഗ്ലൂരിലേക്ക് കേരളത്തിൽ കൊണ്ടുവന്നിട്ട് ഈ വണ്ടി ബാംഗ്ലൂരിലേക്ക് ഓടിച്ചിട്ട് അവിടുന്ന് പൈസ മേടിക്കണം എന്നുണ്ടെങ്കിൽ എന്നാൽ എനിക്ക് ആദ്യ വണ്ടി ബാംഗ്ലൂരിലേക്ക് വിളിച്ചാൽ പോരായിരുന്നു ചോദിച്ചപ്പം ഇതിന്റെ ഗ്യാസ് തീർന്നു. ഇത് ഏറ്റുപിടിക്കാൻ ഒരു CPM ഹാൻഡിലുകളും സോഷ്യൽ മീഡിയയിൽ അടക്കം തയ്യാറായില്ല. പിണറായി വിജയൻ വേണ്ടിയിട്ടില്ല, MP ഗോവിന്ദൻ മാഷ് വേണ്ടിയിട്ടില്ല 150 കോടി കൊണ്ടുപോയെന്നുള്ള ആരോപണത്തെക്കുറിച്ച്. അതായത് ആരോപണം ഉന്നയിച്ച അൻവർ അതോടുകൂടി അൻവറിന്റെ കഥ കഴിഞ്ഞു. അൻവർ കാരണം എന്ന് വെച്ചാൽ വെറും ഗ്യാസാണ് വിട്ടതെന്നുള്ളത് നാട്ടുകാർക്ക് മുഴുവൻ ബോധ്യമാവുന്ന അവസ്ഥയിലെത്തി. അപ്പോൾ അത് സതീഷിന്റെ ഒരു കഴിവ് തന്നെയായിരുന്നു. കാരണം അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ പരിശുദ്ധനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ വീണ്ടും ആൾക്കാർ സംശയിക്കും. അതേസമയം അങ്ങനൊന്നും പറയാതെ എനിക്ക് ചിരിക്കണോ കരയണോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞ് വളരെ യുക്തിപൂർവ്വം ആ വിഷയത്തെ മാനേജ് ചെയ്തു എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം ഓരോ കാര്യങ്ങളും എന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാര്യങ്ങൾ യുക്തിപൂർവ്വം അവതരിപ്പിക്കാനും അത് പഠിക്കാനും ഒക്കെയുള്ള ശേഷിയുള്ള ആളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ലോയർ എന്നുള്ള രീതിയിലുള്ള കഴിവും കൂടിയുണ്ട്. അത്യാവശ്യം നന്നായിട്ട് നിയമം അറിയാം. നിയമനിർമ്മാണ സഭയിൽ നിയമത്തെക്കുറിച്ചിട്ടുള്ള ഒരു അനുഭവവും പരിചയവും അറിവും. അത് നിയമം പഠിക്കണമെന്നൊന്നുമില്ല, LLB എടുക്കണമെന്നല്ലോ LLM എടുക്കണം എന്നുള്ളത് നിർബന്ധ ബുദ്ധിയൊന്നുമില്ല. പക്ഷേ അതൊന്നും എടുക്കാതെയാണ് പല ആൾക്കാരും വന്നിട്ടുള്ളത്. ഇമ്പിച്ചുവാവ ഉള്ളവരുണ്ടായിരുന്നു. ആരുടെ മുമ്പ് ഇതൊന്നും പഠിക്കാത്ത ആളാ. പക്ഷേ ഒരു ക്വാളിറ്റി ഉണ്ടാവണം. ഇതിനൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ, ഇത്തരം കാര്യങ്ങൾക്കകത്ത് അവഗാഹം നേടാൻ, അതായത് ഒരു വിദ്യാർത്ഥിയുടെ മനോഭാവത്തോടു കൂടി ഇത്തരം വിഷയങ്ങളെ സമീപിക്കാനുള്ള മനസ്സാണ് ആദ്യം വേണ്ടത്. അത് സതീഷ് നന്നായിട്ടുണ്ട്. സതീഷ് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടാകുമ്പോഴും നിയമവിരുദ്ധധാരിയാണോ ഒക്കെ ആണെങ്കിലും 4-5 പ്രാവശ്യം പറവൂരിൽ നിന്നിപ്പോൾ നിയമസഭയിലെത്തി. സതീശൻ ഇപ്പോഴും അതിൻ്റെ ഒരു അഹങ്കാരം ഒന്നും കാണിക്കാതെ ഒരു ജാടയൊന്നും കാണിക്കാതെ മര്യാദയ്ക്ക് ഇരിക്കുന്നുണ്ട്. തോമസ് ഐസക്കിനെ പിടിച്ച് മൂലയ്ക്കാക്കിയതാണേ. 2006 തൊട്ട് 2011 വരെയുള്ള LDF മന്ത്രിസഭയുടെ സമയത്ത് ലോട്ടറി മാർട്ടിനുമായി ബന്ധപ്പെട്ടും ഈ ലോട്ടറി കുംഭകോണവുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള വിഷയത്തിനകത്ത് അന്ന് ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന തോമസ് ഐസക്കിനെ പരസ്യമായി സംവാദത്തിന് വെല്ലുവിളിക്കുകയും എല്ലാ സ്റ്റഫോടും കൂടി ഡീലേ ചെയ്യുക. മെറ്റീരിയലുണ്ട് കയ്യിൽ, മരുന്നുണ്ട് കയ്യിൽ. അല്ലാതെ വെറുതെ ഒരു നോള കളിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ട് ബബ അടിക്കുകയില്ല. ഇത് ഇങ്ങനെ പോയിട്ട് അവിടെ കിടന്നിട്ട് കൃത്യമായി കാര്യങ്ങൾ പറയുകയും തോമസ് ഐസക്കിന് ബബ അടിക്കേണ്ടി വരുന്ന ഗതികേട്ടിലെത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് തോമസ് ഐസക്കിനെ ഏറെക്കുറെ പകുതി സംബന്ധിച്ചിട്ടുണ്ട് സാന്ദർഭികമായ ചില സാഹചര്യങ്ങൾക്കകത്ത്. അതായത് കേരളത്തിന്റെ ഏറ്റവും വലിയ ധനശാസ്ത്രജ്ഞനാണെന്നൊക്കെ പറയുന്ന അവകാശപ്പെടുന്ന ഇപ്പൊ കാർഷിക ശാസ്ത്രജ്ഞനായിട്ടുള്ള പത്തനംതിട്ടയിൽ മത്സരിക്കുന്ന തോമസ് ഐസക്കിനെ പിടിച്ച് മൂലയ്ക്ക് ഇരുത്താൻ സതീഷിനെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് സതീഷിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ അദ്ദേഹത്തിന്റെ അനദർ ഗോൾഡൻ ഫെദർ ഇൻ ഹിസ് ക്യാപ് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന്റെ തലപ്പാവില് മറ്റൊരു സുവർണ തൂവലായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് സംശയരഹിതമായിട്ട് നമുക്ക് പറയാൻ കഴിയും. അത് മാത്രമല്ല ഇയാളുടെ വേറെ കുറേ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം ഇയാൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യം നമ്മുടെ LDF കൺവീനർ EP ജയരാജ സഖാവ്. EP ഒരു പാവ സഖാവാണ്, എനിക്കറിയാം. പേഴ്സണലായിട്ട് എനിക്ക് മറ്റു പലരും മുഖേന നല്ല അടുപ്പമൊക്കെ ഉണ്ട്. ഓക്കെ, ഞങ്ങളും ഈ പറഞ്ഞ പോലെ വ്യക്തിപരമായി നേരിട്ടെടുപ്പല്ല എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ സ്റ്റോറികൾ കാണാറുണ്ട്, കാര്യങ്ങളൊക്കെ കുറിച്ച് അഭിപ്രായം പറയാറുണ്ടെന്നൊക്കെ ഉള്ളത് എനിക്കറിയാവുന്നതാണ്. എനിക്ക് മീഡിയേറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, പക്ഷേ EP ഒരു പൊട്ടത്തരം പറഞ്ഞു BJPയും CPM തമ്മിലാണ് മത്സരം. ഇത് ആരെ സഹായിക്കാനാ? ഇത് BJP സഹായിക്കാനാണെന്നുള്ളത് സാമാന്യ ബോധമല്ലേ? എനിക്ക് BJP നോക്കണം എന്നുള്ള അഭിപ്രായമൊന്നുമില്ല കേട്ടോ. എനിക്ക് സത്യത്തിൽ പല മണ്ഡലങ്ങളിലും BJP ജയിക്കണമെന്നും CPM ജയിക്കണമെന്നും കോൺഗ്രസ് ജയിക്കണമെന്നും CPI ജയിക്കണമെന്നും ലീഗ് ജയിക്കണമെന്നും ഒക്കെ ആഗ്രഹമുള്ള ആളാണ്. ഞാനിതിനകത്ത് വളരെ ഇമ്പാർഷ്യലായിട്ടാണ് പറയണേ. പക്ഷേ വസ്തുതകളായിട്ട് കാണുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ സ്റ്റോറി ചെയ്യുന്നത്. അപ്പം BJPയും CPM തമ്മിൽ ആ മത്സരം എന്ന് പറഞ്ഞപ്പോൾ തന്നെ സതീഷിന് അതിനെതിരെ അടിക്കടിക്ക് അടിച്ചു. കാരണം BJPയെ സഹായിക്കാനാണ്. മാത്രമല്ല തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള നിലവിലെ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനും EP ജയരാജനും തമ്മിൽ കുടുംബപരമായി ബിസിനസ് ബന്ധമുണ്ട് എന്ന് സതീഷിന് ആരോപണം ഉന്നയിക്കുകയാണ് അടുത്ത ദിവസം. അതോടുകൂടി ഇതിൻ്റെ ഗ്യാസ് പോയി കിട്ടി, ഈ സാധനം ചുറ്റിപ്പോയി, ഇത് നനഞ്ഞ പടക്കായിട്ട് മാറി. EP ജയരാജൻ പറഞ്ഞത്. EP ജയരാജന് മറുപടി പറയേണ്ട ഘട്ടത്തിലെത്തി, പ്രതിരോധത്തിലേക്ക് എത്തി. അങ്ങനെ അവസാനം ഇവർ കുടുംബപരമായ ബന്ധമുണ്ടെന്ന് സമ്മതിക്കേണ്ടി വന്നു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ബന്ധമുണ്ടാവുന്നത് തെറ്റാണോ എന്നാണ് പിന്നീട് CPM ചോദിക്കുന്നത്.
എം പി ഗോവിന്ദ മാഷ്ക്ക് എങ്ങനെയെങ്കിലും ഇ പി ജയരാജനെ മുനക്കിരുത്തിയാൽ മതി എന്നുള്ള ആഗ്രഹമേ ഉള്ളൂ. അയാളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പിന്നെ ശത്രുവായിട്ട് കാണുന്ന ഒരാളാണ്. ശൈലജ ടീച്ചർ ശത്രുവാണ്. ശൈലജ ടീച്ചർ അതിനാണ് ഇപ്പോൾ വടകരയിൽ തോക്കാൻ വേണ്ടി പറഞ്ഞയച്ചത്. എന്തായിരുന്നാലും ഈ ഇവർ തമ്മിലുള്ള ബന്ധം, ബിസിനസ് ബന്ധം അങ്ങനെ കുടുംബങ്ങൾ തമ്മിൽ ഉണ്ടായിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, കണ്ണൂർ ജില്ലയ്ക്കകത്ത് പാർട്ടി ഗ്രാമങ്ങളുള്ള നാട്ടിൽ കോൺഗ്രസിൻ്റെയോ ബി ജെ പിയുടെയോ ബൂത്ത് പ്രസിഡന്റുമാരുടെ മക്കളുടെ കല്യാണത്തിന് അവിടുത്തെ CPM ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് പോകാൻ അനുവാദമില്ല. ശത്രുതാപരമായിട്ട് അവർ കാണുന്നത്. അപ്പോഴാണ് ഇവിടെ കച്ചവട ബന്ധം ഉണ്ടാക്കണതേ. എന്ത് വൃത്തികെട്ട കമ്മ്യൂണിസ്റ്റാണോ ഈ കുന്തം, ഈ കിതാബും മത്സരിച്ചപ്പോൾ മാക്സ് ആംഗിൾസ് നിന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിൻ്റെയൊക്കെ മുഖത്തു നിന്നിരിക്കുന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. പിന്നെ സതീഷിൻ്റെ അടുത്തൊരു സാധനം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ബാല ചോദിച്ച മാതിരി ഇത് ഇവർ പറയും ബിസിനസ് ബന്ധത്തിന് എന്താ തെറ്റ്? ബിസിനസ് ബന്ധം ആരുമായിട്ടാവാമല്ലോ. അപ്പോൾ എനിക്ക് വേറെ ആരെങ്കിലുമായിട്ടൊക്കെ ആവാം, എൻ്റെ ഇത് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരായിട്ടാവാം, എനിക്ക് പിന്നെ റൈവറായിട്ട് തോന്നുന്ന മീഡിയയിൽ നിൽക്കുന്നവരായിട്ടാവാം, ബിസിനസ് ബന്ധമൊക്കെ ആവാം. ഇതൊക്കെയാണ് അവർ പറയണത്. പക്ഷേ ഈ നടൻ ബാല ചോദിച്ച മാതിരി ഞാനെന്താ പൊട്ടനാ? നാട്ടുകാർ മുഴുവൻ പൊട്ടന്മാരല്ലാന്നേ. അതാ ആദ്യം ഇവർക്ക് ബോധ്യം ഉണ്ടാവും. ഇവർ ഇത്തരം വ്യാഖ്യാനങ്ങൾ തരുമ്പം സാധാരണക്കാരായിട്ടുള്ള കണ്ണൂർ ജില്ലയിലെയും കാസർഗോഡ് ജില്ലയിലെയും പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക്, പാർട്ടി മെമ്പർമാർക്ക്, പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്ക് അത് അനുഭവിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകണം. അവിടെ കോൺഗ്രസ്സുകാരുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ പാടില്ല, ബി ജെ പിക്കാരുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ പാടില്ല, മുസ്ലിം ലീഗുകാരനെ കണ്ട ശത്രുവായിട്ട് പ്രഖ്യാപിക്കണം, ഊര് വിലക്ക് പ്രഖ്യാപിക്കണം, ഭ്രഷ്ട് കൽപ്പിക്കണം. ഏത് കാലഘട്ടത്തിലാണ് അവർ നിൽക്കണേ? എന്നിട്ടാണ് ഈ മാതിരി വൃത്തിയോട് വിളിച്ചു പറയണത്. അത് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ പിന്നെ അടുത്തൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഈ പാനൂർ ബോംബ് സ്ഫോടനം നമ്മളെ പിന്നെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരാണ്, DYFI സഖാക്കൾ. അവന്മാർ ചത്തുപോയത് നന്നായി എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഇപ്പോൾ കൂത്തുപറമ്പിലെ ആൾക്കാർ ചത്തുപോയത് നന്നായി എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതിലൊന്നും സംശയമൊന്നുമില്ല. പുഷ്പം കിടക്കണോ നല്ലതാണെന്നുള്ള അഭിപ്രായക്കാരനാണ്. ഒരു അത്യാവശ്യം അച്ഛൻ്റെ പ്രായമുള്ള ഒരു മനുഷ്യനെ കൊല്ലാൻ വേണ്ടി പോയതാണല്ലോ MP രാഘവനെ. ആ MP രാഘവനെ പാർട്ടി അംഗീകരിച്ചല്ലോ. പാർട്ടി ചുവപ്പും കൂടി പിന്നെ പൊതിച്ചു കൊണ്ടേയല്ലോ CPM. MP രാഘവൻ്റെ മോനെ പിടിച്ചത് അഴീക്കോട് സ്ഥാനാർത്ഥിയാക്കിയല്ലോ 2016. അപ്പം എന്താ വെച്ചാൽ പിന്നെ ഇവന്മാർ പൊട്ടന്മാർ, ബുദ്ധിയില്ലാത്തവർ, ക്രിമിനലുകൾ, കൊല്ലാനും ചാവാനും പോയി, എത്രയേ ഉള്ളൂ. അതിൽ 5 എണ്ണം ചത്തു, ഒരുത്തൻ ചാവാതെ കിടക്കുന്നുണ്ട് എന്നുള്ളതേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. അവന് ബുദ്ധി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും പുഷ്പന്, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, പുഷ്പനൊക്കെ ഒരു സാമാന്യമായ ബോധം ഇപ്പോഴെങ്കിലും, ശരീരത്തിനല്ലേ ചലനശേഷി നഷ്ടപ്പെട്ടിട്ടുള്ളൂ ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. തലച്ചോറിൻ്റെ പിന്നെ ശേഷി നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പുഷ്പൻ ആ സമരത്തെ തള്ളിപ്പറയുകയും ഈ പാർട്ടി കാണിച്ചിട്ടുള്ള തോന്നിയാസത്തെക്കുറിച്ച് പരസ്യമായി പറയുകയും, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളാരും ഇനി ഭാവി തലമുറയോട് നിങ്ങളാരും ഇനി ഇത്തരം വൃത്തികെട്ട സമരങ്ങൾക്കകത്ത് പങ്കെടുക്കരുതെന്ന് പറയേണ്ടത്. അതാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ പറയുമ്പോൾ ഇവർക്ക് പൊള്ളും. ഇവർ നമുക്കെതിരെയും പിന്നെ ആക്രോശങ്ങളായിട്ട് വരും, പിന്നെ ഫോൺ ചെയ്യും, മെസ്സേജ് അയക്കും, ത്രട്ട് ചെയ്യും. എന്ത് കുന്തം! അവരെ കൊണ്ട് ചെയ്യാൻ പറ്റും അവർ ചെയ്യട്ടെ, അത്രയും കാണുന്നുള്ളൂ. ഇവരെ പേടിച്ചിട്ട് നമുക്കിവിടെ അഭിപ്രായം പറയാൻ കഴിയില്ലേ? അപ്പം ഞാൻ പറയുന്നത്, ഈ പിന്നെ പാനൂർ ബോംബ് സ്ഫോടനമായിട്ട് ബന്ധപ്പെട്ട് പാനൂർ ബോംബ് ഇത് കുടിൽ വ്യവസായമാക്കി മാറ്റി, ഞാൻ സതീശൻ പറഞ്ഞതിനേക്കാൾ ഒരു പടി കൂടിയിട്ട് ഞാൻ പറയുക, സംസ്ഥാന സർക്കാർ അടുത്ത ബജറ്റിനകത്ത് ബോംബ് നിർമ്മാണം കുടിൽ വ്യവസായമായി പ്രഖ്യാപിച്ച് കുടുംബശ്രീകൾക്ക് അതിൻ്റെ ഉത്തരവാദിത്തം കൂടി ഏൽപ്പിച്ചു കൊടുത്താൽ പോലും അത്ഭുതപ്പെടാനില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഇവരുടെ താല്പര്യം അതാണ്. പക്ഷെ സതീശൻ അത് കീറി മുറിച്ച് പൊള്ളിച്ചടിക്കാൻ കൊടുത്തു. പാനൂർ സ്ഫോടനം ഇവർക്ക് പങ്കില്ല എന്നാണ് പറഞ്ഞത്. പങ്കുണ്ട് എന്നുള്ളത് തെളിയിച്ചു കൊടുത്തു ഓരോ വിഷയത്തിനകത്തും. മാത്രമല്ല, മുൻകാല ബോംബ് സ്ഫോടനങ്ങളിലൊക്കെ ഇങ്ങനെ ബോംബ് ഉണ്ടാക്കുമ്പോൾ ചത്തുപോയവന്മാരെയൊക്കെ രക്തസാക്ഷികളാക്കിയിട്ടുള്ളതും രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കിയിട്ടുള്ള ചരിത്രം VD സതീശൻ മാധ്യമങ്ങളുടെ മുമ്പിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ അതാലോചിച്ച് നോക്കണം നിങ്ങൾ ഓരോ കാര്യങ്ങൾക്കകത്തും. ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിറ്റിന് മുൻകാല പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെ പരിപാടി ഇതാ, മുഖ്യമന്ത്രി രാജിവെക്കണം. സതീശൻ അങ്ങനെ ആവശ്യമില്ലാത്തൊരു വർത്തമാനം പറയാറില്ല. വളരെ റിലവൻ്റ് ആയിട്ടുള്ള ആപ്റ്റായിട്ടുള്ള കേസിനകത്ത് മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് എഴുതിയിട്ട് രാവിലെ പിന്നെ തൊട്ട് വൈകുന്നേരം വരെ ദിവസം ഗുളിക അടിക്കണ മാതിരി, ഭക്ഷണത്തിന് ശേഷം 3 നേരം എന്ന് പറഞ്ഞ മാതിരി മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഇയാൾ ഇവിടെ ഇരുന്ന് ആറി പൊളുത്തു പോട്ടെ എന്നാണ് കരുതുന്നത് സതീശൻ. അതാണ് ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ്റെ നടപടി. ഇയാൾ നാളെ രാജിവെച്ചിട്ട് കാര്യമൊന്നുമില്ല, വേറെ അടുത്ത ആൾ കയറും ആ പാർട്ടിയിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിയായിട്ട്. അവിടെ കിടന്ന് നാറി ചീഞ്ഞ് പുഴുത്ത് നശിപ്പിച്ച് ആ പ്രസ്ഥാനത്തെ കൂടി നശിപ്പിച്ച് പോയാലേ ഞങ്ങൾക്ക് കയറാൻ പറ്റുള്ളൂ എന്നുള്ള ചിന്ത, ആ യുക്തിബോധം സതീഷിനുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇപ്പം ഈ പപ്പുമോൻ വിഷയത്തിനകത്ത്, പപ്പുമോൻ എന്ന് പറയുന്നത് BJPക്കാരുടെ ഒരു പ്രചരണമായിരുന്നു. ഞാനും ഉപയോഗിക്കാറുണ്ട്. അപ്പം കഞ്ഞിക്കുടി സതീശൻ എന്ന് പറഞ്ഞ പോലെ ഞാനും പപ്പുമോൻ എന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, ഇല്ലയെന്നും ഞാൻ പറയുന്നില്ല.
ഈ പപ്പുമോൻ പ്രയോഗം എടുത്ത് പരോക്ഷമായി ഉന്നയിച്ചുകൊണ്ടും പിണറായി വിജയൻ നടത്തിയിട്ടുള്ള പരാമർശത്തിനെതിരെ സതീഷിന് ഏറ്റവും രൂക്ഷമായിട്ട് രംഗത്ത് തോന്നുന്നു, ഏറ്റവും മനോഹരമായി രംഗത്ത് തോന്നുന്നു. അങ്ങനെ തന്നെ പറയേണ്ടത്. കാരണം എന്ന് വെച്ചാൽ സതീശൻ അതിനകത്ത് എടുത്തിട്ടുള്ളത് ഒരു വിട്ടുപിടിച്ചില്ലാത്ത രീതിയിലുള്ള സമീപനം എടുത്ത് നരേന്ദ്രമോദിയുടെ അജണ്ട പിണറായി വിജയന്റെ വായിലൂടെ പറയുന്നു. BJP-ക്കാർ പോലും പറയാൻ മടിക്കുന്ന കാര്യം പിണറായി വിജയൻ രാഹുലിനെതിരെ ഉന്നയിക്കുന്നു. ഇന്ത്യ സഖ്യം എന്നൊക്കെ പറഞ്ഞിട്ട് BJP ബദൽ സർക്കാർ കേന്ദ്രത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി സീതാറാം യെച്ചൂരി എന്നും രാവിലെ ചായ കുടിക്കുന്നത് ചോറ് കഴിക്കുന്നതും ഒക്കെ രാഹുലിന്റെ വീട്ടിൽ പോയിട്ടാണേ. രാഹുലിന്റെ അല്ലെങ്കിൽ നിതീഷ് കുമാറിന്റെ വീട്ടിൽ പോയിട്ട് ഡി രാജയും. അത് മനസ്സിലാക്കണ്ടേ ഈ പൊട്ടന്മാര്? കാരണം ആകെ രാജ്യത്ത് വേറെ എവിടെ നിന്ന് അവർക്ക് 5 പൈസ ഇല്ല. കാരണം അവിടെ പട്ടിണിയാ AKG ഭവനിൽ ദില്ലിയിൽ. അപ്പം ഭക്ഷണം ചായ കുടിക്കാനൊക്കെ പോകുന്നത് ഇവിടെയാ. കാരണം ചായപ്പിടിയിൽ പോകാൻ പൈസ ഇല്ല എന്നാണ് ആൾക്കാർ പറയുന്നത്. എനിക്ക് ശരിയാണെന്ന് അറിയില്ല. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ. ഇപ്പം മാസപ്പടി വിഷയം, വീണയുടെ മാസപ്പടി വിഷയം അവിടെ കിടക്കുന്നു, ഒതുങ്ങിക്കിടന്നു. ലൈഫ് മിഷൻ അഴിമതി അല്ലക്കര ഉൾപ്പെടെയുള്ളവർ ശക്തമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. യാഥാർത്ഥ്യമാണെന്ന് കേരളീയ സമൂഹത്തിന് ബോധ്യമുള്ളതാണ്. ലൈഫ് മിഷൻ ഇവിടെ 5 വർഷം കൊണ്ട് കേരളത്തിലെ വീടില്ലാത്തവർക്ക് മുഴുവൻ വീട് വെച്ച് കൊടുക്കുന്നതാണ് 2016 ഈ കാരണഭൂതം കയറിയപ്പോൾ പറഞ്ഞത്. 2021 ആയപ്പോൾ നടന്നിട്ടില്ല, 2024 ആയപ്പോൾ നടന്നിട്ടില്ല. എനിക്ക് വ്യക്തിപരമായി ബന്ധമുള്ള ഒരുപാട് കുടുംബങ്ങളിൽ അപേക്ഷ കൊടുത്തിട്ട് കിട്ടാതെ പോയിട്ടുണ്ട്. അവസാനം അവർ വേറെ എവിടെ ലോൺ എടുക്കുകയോ നാട്ടുകാരെ സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇയാൾ എന്ത് കുന്തം ചെയ്തെന്നാണ് പറയണേ എന്നുള്ളതാണ് സതീശൻ വളരെ കൃത്യമായിട്ട് ചോദിക്കണേ. ഈ ലൈഫ് മിഷൻ മാത്രമൊന്നുമല്ല, സ്വർണ്ണക്കടത്ത് കേസ് എവിടെത്തി? അന്വേഷണം ഉണ്ടോ? കെജ്രിവാളിനെ പിടിച്ചകത്തിട്ടു, സോറന്റെ മകനെ പിടിച്ചകത്തിട്ടു, മനീഷ് സിസോദിയെ പിടിച്ചകത്തിട്ടു. ബാക്കിയുള്ളവരെല്ലാം ഈ ത്രെട്ടിൽ നിൽക്കുക. തമിഴ്നാട്ടിലെ മന്ത്രിമാര് എന്തുകൊണ്ടാണ് കാരണഭൂതനെ പോലീസ് പിടിക്കാത്തത്, ED പിടിക്കാത്തത്, കേന്ദ്ര ഏജൻസികൾ പിടിക്കാത്തത്? കാരണഭൂതൻ അഡ്ജസ്റ്റ്മെന്റിലാണ്. കാരണഭൂതൻ പറഞ്ഞത് കോൺഗ്രസിനൊക്കെ ഞാൻ തീർത്തുതരാം, നിങ്ങൾ ദയവ് എന്നെ മകളെ തൊടരുത് എന്നുള്ളത് പറഞ്ഞു എന്നുള്ളത് സതീശൻ വളരെ വ്യക്തമായി പല സമയത്തും ആവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ചെന്നിത്തലയൊക്കെ ഉണ്ടായിരുന്ന കാലത്തോ, ചെന്നിത്തല എന്നല്ല മുമ്പുള്ള പല പ്രതിപക്ഷ നേതാക്കന്മാരുടെയും കാലത്തൊക്കെ അവർ മുഖ്യമന്ത്രിയാകുമ്പോൾ പോലും UDF ഭരിക്കുന്ന സമയത്ത് പോലും ഒരു തെരഞ്ഞെടുപ്പിന്റെ അജണ്ട തീരുമാനിക്കാൻ കരുണാകരനോ ആന്റണിക്കോ ഉമ്മൻചാണ്ടിക്കോ അതേപോലെ പ്രതിപക്ഷ നേതാക്കന്മാരായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്കോ ബാക്കിയുള്ളവർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ ഇലക്ഷൻ അജണ്ട തീരുമാനിക്കുന്നത് സതീശനാണ്. സതീശൻ ഇട്ടുകൊടുക്കുന്ന ചൂണ്ടയിൽ ഇവർ പോയി കുത്തിക്കൊണ്ടിരിക്കുക CPM. സതീഷിന് മറുപടി കൊടുക്കേണ്ട ഗതികേട്ടില്ല. ഇവർക്ക് ഇങ്ങോട്ട് കയറിയിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, കൗണ്ടർ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് സതീഷിന്റെ കഴിവായിട്ടാണ് ഞാൻ കാണുന്നത്. സതീഷിന്റെ മാത്രമല്ല, സതീഷിനോടൊപ്പം നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒരു കഴിവായിട്ടാണ് കാണുന്നത്. ആ ടീം വർക്കിന്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയ പോലും ഏറ്റവും മനോഹരമായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. പണ്ട് CPM ആണ് സോഷ്യൽ മീഡിയക്കകത്തെല്ലാം കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും CPM കോപ്രായം കാണിക്കൽ മാത്രമേ പറ്റുള്ളൂ. അതാണ് ടീച്ചറമ്മ പറഞ്ഞത്. എൻ്റെ മുഖം മാറ്റി ഒട്ടിച്ച സാധനം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ടീച്ചറമ്മ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാനത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിരുന്നു, ഈ ഫോൺ വീഡിയോ ഒക്കെ കാണുന്ന സ്വഭാവമൊക്കെ ഈ പ്രായത്തിലെങ്കിലും ഒന്ന് മാറ്റി വെക്കണമെന്നേ. അതുകൊണ്ടാണല്ലോ വേണ്ടത്. ഞങ്ങളാരും കണ്ടിട്ടില്ല, നാട്ടുകാരും കണ്ടിട്ടില്ല, ആകെ കണ്ടത് 36 ഉള്ളൂ. ഇതാണ് സ്ഥിതി. തോറ്റാലും മകള് സേഫാണ് എന്നുള്ള അവസ്ഥയിലാണ്. അപ്പം വെറൊരു മദ്യനയത്തിന്റെ പേരിലാണ് കെജ്രിവാളിനെ പിടിച്ചകത്തിട്ടെ. ഇവിടെ സ്വർണ്ണക്കടത്തുണ്ട്, ഇവിടെ കള്ളക്കടത്തുണ്ട്, ഇവിടെ തോന്നിവാസങ്ങൾ മുഴുവനുണ്ട്, ലൈഫ് മിഷൻ അഴിമതിയുണ്ട്, മകളുടെ എക്സാലോജിക്കലിന്റെ മാസപ്പടിയുണ്ട്. തൊട്ടിട്ടില്ല. അപ്പം എൻ്റെ മോളെ തൊടരുത്, പകരം കോൺഗ്രസിനെ ഞാൻ ശരിയാക്കി തരാം എന്നുള്ളത് ഇയാൾ കരാറെടുത്തു എന്നുള്ളത് വളരെ കൃത്യമായി സതീശൻ പറഞ്ഞ് അവതരിപ്പിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഒരു വലിയ ക്വാളിറ്റി അയാൾ കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അയാളുടെ കഴിവ്, ഇത് ശരി തെറ്റുകളൊക്കെ പിന്നീട് നമുക്ക് പരിശോധിക്കാം. ഇപ്പം ചെന്നിത്തലയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പണ്ട് ഈ CPM ഹാൻഡിലുകൾ ആ പാവൻ രമേശ് ചെന്നിത്തലയെക്കുറിച്ച് 27 വയസ്സിൽ MLA ആയി, 29 വയസ്സിൽ മന്ത്രിയായി, അത് കഴിഞ്ഞ് കേന്ദ്രമന്ത്രിയായി, പരവാശ MP ആയി, പിന്നീട് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഒക്കെ ആയതാ, KPCC അധ്യക്ഷനായി. ഇതിനെക്കുറിച്ച് സംഗീതല എന്ന് പറയുന്നു. ഇപ്പൊ ഒരു കോൺഗ്രസ്സുകാരെ കുറിച്ച് അങ്ങനെ ഉന്നയിക്കാൻ CPM-ന് കെൽപ്പില്ലാത്ത അവസ്ഥ എത്തി. ഒരാൾ പോലും സംഖ്യയാണെന്ന് പറയാൻ പറ്റില്ല. ഇവര് സംഖ്യ എല്ലാം തെളിയിക്കേണ്ട ഗതികളിൽ ഇവരെത്തി. കാരണം അമാതിരി അറ്റാക്കാണ്. പിണറായി മുണ്ടെടുത്ത മോദിയാണ് എന്നുള്ള അറ്റാക്ക് രമേശ് ചെന്നിത്തല VD സതീശൻ കൊടുത്തോടു കൂടിയിട്ട് പ്രതിരോധത്തിലാവുന്നത് ഞങ്ങൾ BJP അല്ല എന്ന് തെളിയിക്കേണ്ടതും ഞങ്ങൾ നാളെ RSSലേക്ക് പോകില്ല എന്ന് തെളിയിക്കേണ്ടതും CPM-ന്റെ ബാധ്യതയായി മാറി. ആ രീതിയിലെത്തി കാര്യങ്ങൾ. പണ്ട് കോൺഗ്രസ്സുകാർക്കായിരുന്നു ഈ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നത്. അവർ BJP അല്ല എന്ന് അവർക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കരഞ്ഞ് വിളിക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയില്ല. കോൺഗ്രസ്സുകാർക്ക്, ലീഗുകാർക്ക് അഭിമാനത്തോട് കൂടിയിട്ട് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കാം.
CPM-ന്റെ നേതാക്കന്മാർക്ക് ഞങ്ങൾ BJP-ക്ക് പോകില്ല എന്നുള്ളത് ദിവസം 4 വട്ടം പറയേണ്ട ഗതികേടിലേക്ക് എത്തിച്ചു. ഇത് ഓരോ വിഷയങ്ങൾക്കൊക്കെ തന്നെ പിണറായി മുണ്ടെടുത്ത മോദി എന്നൊക്കെ പറഞ്ഞ ചില്ലറ പ്രയോഗമല്ല, ഒരു കുഞ്ഞു പ്രയോഗമൊന്നുമല്ല. അത് ഭാഷാശാസ്ത്രപരമായും പൊളിറ്റിക്കലായിട്ടും വളരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സാധനമാണ്. കാര്യങ്ങൾ യുക്തിപൂർവ്വം അവതരിപ്പിക്കുകയും കേട്ടിരിക്കുന്നവർക്ക് അത്യാവശ്യം യുക്തി ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു അപൂർവം നേതാക്കന്മാരിലൊരാളാണ് VD സതീശൻ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഇപ്പം ഐസക്കിന്റെ കാര്യം, ഐസക്കിനെ ഞാൻ പറഞ്ഞല്ലോ, ലോട്ടറി മാർട്ടിന്റെ വിഷയമായിട്ട് 2011 പോയിട്ട് വെല്ലുവിളിച്ചതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ആര്യയുടെ മുഹമ്മദിനെയും TM ജേക്കബിനെയും പോലെ അത്യപൂർവമായ ഈ പാർലമെന്ററി രാഷ്ട്രീയത്തിനകത്ത്, നിയമനിർമ്മാണ സഭയ്ക്കകത്ത് കൃത്യമായി ഇടപെടാൻ പറ്റുന്ന സാമാജികനാണ് താനെന്ന് പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട് അദ്ദേഹം. ശ്രദ്ധ ക്ഷണിക്കലിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കഞ്ഞിക്കുടി സതീശൻ എന്നൊക്കെ വിളിച്ചിട്ട് കുറച്ചു കാലമൊക്കെ പരിഹസിച്ചെങ്കിലും ഉള്ള പോലെയൊക്കെ സമ്മതിക്കണം. ചില കാര്യങ്ങൾക്കകത്തുള്ള കഴിവുകൾ നമുക്ക് അങ്ങനെ ഒഴിവാക്കി വിടാൻ പറ്റില്ല. അയാളുടെ മോണിറ്ററിങ് കപ്പാസിറ്റി, അതേപോലെ തന്നെ ഇദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ, ഞാനിപ്പോൾ കോൺഗ്രസ് ലീഡേഴ്സുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അവർ പറയാറുള്ളതെന്ന് വെച്ചാൽ ഇയാളെ കൊണ്ട് ശല്യം എന്ന് പറയുന്നത്. കാരണം എവിടെയെങ്കിലും പോകുമ്പോൾ എവിടെയും പോസ്റ്ററൊന്നും മര്യാദയ്ക്കില്ല, പ്രചരണമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടുത്തെ ബൂത്ത് പ്രസിഡന്റിനെ വിളിക്കുന്നു. ഗ്രൗണ്ട് ലെവലിലുള്ള ഒരു കോൺടാക്ട് വെച്ചിരിക്കുക. പിണറായി വിജയനൊക്കെ ഏതെങ്കിലും ബ്രാഞ്ച് സെക്രട്ടറിയെ വിളിക്കുക, ലോക്കൽ സെക്രട്ടറിയെ വിളിക്കും. കുഞ്ഞനന്ദനെ പോലെയുള്ള ക്രിമിനലുകളെ ഏരിയ കമ്മിറ്റി അംഗങ്ങളായിരുന്നവർ അവരുമായിട്ട് ബന്ധം പുലർത്തിയിട്ടുണ്ട്. കൊല്ലാനും തല്ലാനും പോകുന്നവരെ മാത്രമായിട്ടുള്ള ബന്ധമാണ് പിണറായി വിജയൻ ഉണ്ടായിരുന്നത്. അല്ലാതെ പിന്നെ കേരളത്തിൽ എത്രയോ ഏരിയ കമ്മിറ്റി അംഗങ്ങളുണ്ട്, എത്രയോ ലോക്കൽ സെക്രട്ടറിമാരുണ്ട്. പിണറായി വിജയൻ ആർക്കെങ്കിലും ഒരു ആക്സസ് കൊടുക്കുമോ? കൊടിസുനിക്ക് കൊടുക്കും, കിർമാണി മനോജിന് കൊടുക്കും, TK ഷാഫിക്ക് കൊടുക്കും, അല്ലാത്തവർക്ക് കൊടുക്കില്ലല്ലോ. MP ഗോവിന്ദൻ മാഷ് കൊടുക്കുമോ? MP ഗോവിന്ദൻ മാഷ് പിന്നെ ഇയാളെ ഷാൻസ്കറിയെ പച്ചത്തറി വിളിച്ച UK-യിലുള്ള കൊടും ക്രിമിനലായിട്ടുള്ള രാജേഷ് കൃഷിക്ക് കൊടുക്കും. തെറി ഇയാൾ കൂട്ടി പഠിപ്പിച്ചാണോ സംശയം. അപ്പം മാഷ് ഇവിടുത്തെ പിന്നെ നമ്മുടെ കൂറ്റനാട്ടിൽ അപ്പം കൊണ്ടിട്ട് എറണാകുളത്ത് വിറ്റിട്ട് എറണാകുളത്തുകാരെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കാൻ വേണ്ടി മെനക്കെട്ട ആളാണ്. അപ്പോൾ എറണാകുളത്തുകാരെല്ലാം പട്ടിണിയാണ്. ഞാനത് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ കൂറ്റനാട്ടിൽ അപ്പം വന്ദേ ഭാരതിൽ അവിടെ എത്തിയിട്ടില്ലോ, മറ്റേ സിൽവർ ലൈനിൽ അവിടെ എത്തിയിട്ടില്ലല്ലോ. ഞങ്ങളൊക്കെ പട്ടിണിയാണേ, ഞാനൊക്കെ എറണാകുളത്തുള്ളേ. ഈ മാതിരി വിവരദോഷികൾക്ക് കൃത്യമായി മറുപടി പറയാനുള്ള കഴിവ് സതീശൻ കാണിക്കാറുണ്ട്. സതീഷിൻ്റെ വേറെ ചില കാര്യങ്ങളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ബൂത്ത് പ്രസിഡന്റുമാരെ വരെ വിളിക്കുന്ന രീതിയുണ്ട്. അതേപോലെ തന്നെ ഇലക്ഷൻ റിവ്യൂ കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. ഓരോ പിന്നെ മണ്ഡലങ്ങളുടെയും റിവ്യൂവിൻ്റെ റിസൾട്ട് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ പറ്റിയിട്ടുള്ളത്. എന്നിട്ട് അവരെ അടുത്ത് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക, അതിൻ്റെ അപ്ഡേഷൻ പിന്നീട് ചോദിക്കുക, അതിൻ്റെ പിന്നെ ഒരു നേരിട്ട് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ തന്നെ ഇടപെടുക. ഇപ്പം ഷാഫിയുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടല്ലേ, വടകരയല്ലേ, ഷാഫിയുടെ ആവട്ടെ രമ്യ ഹരിദാസിൻ്റെ ആവട്ടെയൊക്കെ സോഷ്യൽ മീഡിയയിൽ പണ്ട് CPM-കാരായിരുന്നു. CPM-കാർ പിന്നെ എന്താ വെച്ചാൽ ഈ നുണയും കൊതിയും പറഞ്ഞിട്ടുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. BJP-ക്കാർക്ക് പിന്നെ ഈ കാവ്യപ്പട, പിന്നെ ഗോമാത കി ജയ്, ജയ് ശ്രീറാം, ഭാരത് മാതാ കി ജയ്, ഇതല്ലാതെ വേറൊന്നും പറയാൻ അറിയില്ല. അത് അവരുടെ വിവരക്കേട്. അവർ പോലും അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. CPM അപ്ഡേറ്റ് ചെയ്യണം, എല്ലാ പാർട്ടിക്കാരും അപ്ഡേറ്റ് ചെയ്യണം. കാരണം നമ്മളൊരു 2024 ഡിജിറ്റൽ യുഗത്തിലാണ് ജീവിക്കണേ. നമ്മളെ വോട്ടർമാരെ, നമ്മളെ നാട്ടിലുള്ള സാധാരണക്കാരായ പൗരന്മാരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇവർക്കെല്ലാം വിവരമുണ്ട്. പ്രായം ചെന്ന അപ്പൂപ്പനും അമ്മൂമ്മയും വരെ ഈ മൊബൈലിൽ തോണ്ടിക്കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾക്ക് വരെ വിവരമുണ്ട്. അങ്ങനെയുള്ള കാലത്ത് ഏറ്റവും കൃത്യമായി ഡിജിറ്റൽ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നത് കോൺഗ്രസ് ആണ്. അതിൽ VD സതീശൻ്റെ നേതൃത്വം വലിയ പ്രധാനപ്പെട്ട ഘടകമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ രീതിയിലുള്ളൊരു ടീം വർക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഈഗോ ഇല്ലാതെ, വലിപ്പച്ചെറുപ്പങ്ങളില്ലാതെ, ഞാനും നിങ്ങൾ ഒരുമിച്ച് നമ്മളെ ഒരുമിച്ചുള്ള നേട്ടമാണെന്നുള്ളത്. ഒരു മരം കാവല്ല, ഒരുത്തൻ കരുത്തനല്ല എന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. ഒരു മരം ഒറ്റയ്ക്കുന്നത് മരം മാത്രമാണ്. അതേസമയം ഒരുപാട് മരങ്ങളുണ്ടെങ്കിൽ അതൊരു കാവാണ്. ഒരു മനുഷ്യൻ ഒറ്റയ്ക്കുന്ന കരുത്തനല്ല. പല നേതാക്കന്മാർക്കും പറ്റിയിട്ടുള്ള അപകടം ഞാൻ വലിയ സംഭവമാണെന്ന് എഴുതുന്നുണ്ടാകും. പക്ഷെ അവിടെ സതീഷിന് കുറച്ചുകൂടി പക്വതയോട് കൂടിയിട്ട് ഞാൻ ഒറ്റയ്ക്കുന്നൊന്നും പറ്റില്ല, എല്ലാവരും കൂടെ കൂടിയിട്ടാണെന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഷാഫിയൊക്കെ ആണെങ്കിലും ഹൈദി ആണെങ്കിലും എല്ലാവരും സതീഷിനായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ, നമുക്കറിയാമല്ലോ. ഹരിത MLA-മാരുടെ കൂട്ടായ്മ, മുസ്ലിം ലീഗിൻ്റെ MLA-മാർ ഷാജിയെ ഉൾപ്പെടെയുള്ളവരെ കൂട്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സതീഷനാണ് അന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു നേതൃത്വ ശേഷി അദ്ദേഹം പ്രകടമാക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ 2020 അടിക്കുന്നൊക്കെയാണ് കോൺഗ്രസ്സുകാർ പ്രതീക്ഷിക്കുന്നത്. ഞാൻ അതൊന്നും വിശ്വസിക്കുന്നില്ല. 17 സീറ്റൊക്കെ പിടിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. CPM ഒരു വട്ടപൂജ്യത്തിലേക്ക് പോയില്ലെങ്കിൽ ആലത്തൂർ കിട്ടിയാൽ കിട്ടി, അത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. സാധ്യത അതുപോലും ഉണ്ടാവില്ല. അവസാന വട്ടത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു നല്ല വർക്ക് ഇവർ നടത്തണമെന്നുണ്ടെങ്കിൽ ഇവർ തകർത്തടിക്കും കോൺഗ്രസ്. പിന്നെ തിരുവനന്തപുരത്തും അതേപോലെ തന്നെ തൃശ്ശൂരും ആലത്തൂരും മാത്രമേ ഉള്ളൂ ടൈറ്റ് ഫൈറ്റ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള സ്ഥലത്തുനിന്ന് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പോഴും.
ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. ബാക്കിയുള്ള സ്ഥലത്ത് പത്തനംതിട്ടയിലുണ്ടെന്നൊക്കെ പറയണവർ പറയാമെന്നല്ലാതെ ഞാൻ വിശ്വസിക്കുന്നില്ല. അത് മാത്രമല്ല, കയ്യിലുണ്ടായിരുന്ന കോട്ടയം സീറ്റ് LDFന് നഷ്ടപ്പെടുകയും തോമസ് ചാഴിക്കാടൻ തോറ്റിട്ട് അവിടെ ഫ്രാൻസിസ് ജോർജ് വരികയും ചെയ്യും. അപ്പോൾ ഇല്ലാത്തൊരു സീറ്റ് പിടിക്കുക. കഴിഞ്ഞ മുറി 18 സീറ്റാണ് ഉണ്ടായിരുന്നത് UDFന്, മുസ്ലിം ലീഗിന് 2ഉം കോൺഗ്രസിന് 16. കാരണം കോട്ടയം സീറ്റ് മറ്റൊരു കൊണ്ടേയല്ലോ മാണി ഗ്രൂപ്പ് അങ്ങോട്ട് പോയപ്പോൾ. ഈ 18 സീറ്റിൽ നിന്ന് അന്നുള്ള 2 സിറ്റിംഗ് MP പരാജയപ്പെടുത്താൻ പോവുകയാണ് UDF. ഒന്ന് ഫ്രാൻസിസ് ജോർജ് തോമസ് ചാഴിക്കാടനെ പരാജയപ്പെടുത്തും, കേരള കോൺഗ്രസ് ജയിക്കാൻ സീറ്റ് കിട്ടും, കോട്ടയം സീറ്റ്. 2 ആലപ്പുഴ സീറ്റ് UDF തിരിച്ചു പിടിക്കും. പിന്നെ ബാക്കിയുള്ള സീറ്റിലാ മത്സരമല്ലേ. ഇടതുമുന്നണിക്ക് നിലവിലുള്ള 2 സിറ്റിംഗ് സീറ്റുകളാണ് നഷ്ടപ്പെടുന്നത്. അതിലൊന്ന് CPM-ൻ്റെ ആണ്, ഒന്ന് കേരള കോൺഗ്രസ് എമ്മിൻ്റെ. പിന്നെ എവിടെ ഒരു സീറ്റ് പിടിക്കാൻ പോകണം എനിക്കറിയില്ല. അത്ഭുതങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള 2-3 മണ്ഡലങ്ങളുണ്ട്. അതിലൊന്ന് BJP-ക്കാണ് മുൻതൂക്കമുള്ളത്, ഒന്ന് CPI-ക്കാണ് മുൻതൂക്കമുള്ളത്. ഒരെണ്ണ CPM-ന് പിന്നെ കിട്ടാൻ പോകുള്ളൂ, കിട്ടിയാൽ തന്നെ. എന്തായിരുന്നാലും VD സതീശൻ എന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ സ്റ്റോറി ചെയ്യാൻ കരുതിയത്. കാരണം VD സതീശനെ വിട്ട് നിന്നിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്കകത്ത്, കാരണം പിണറായി വിജയൻ വേർത്തുകൊണ്ട് VD സതീശൻ്റെ പുറകെ ഓടുകയാണ്. പിണറായി വിജയൻ ഇലക്ഷൻ്റെ അജണ്ട തീരുമാനിക്കാൻ പറ്റുന്നില്ല, MP ഗോവിന്ദമാഷ്ക്ക് പറ്റുന്നില്ല, ഇലക്ഷനിലെ പ്രചാരണ വിഷയം തീരുമാനിക്കാൻ പറ്റുന്നില്ല. തൊടുന്നിടത്തെല്ലാം അബദ്ധം കാണിച്ചുകൊണ്ടിരിക്കുക. അവിടെ VD സതീശൻ തൊടുക്കുന്ന അമ്പുകൾക്ക് മറുപടി പരിചയമായി നിൽക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക്, പ്രതിരോധത്തിലേക്ക് CPM-നെയും ഇടതുമുന്നണിയെയും എത്തിച്ചതിനകത്ത് VD സതീശന് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, അദ്ദേഹം ഈ കുടുംബയോഗങ്ങളിൽ വരെ വളരെ ശ്രദ്ധിച്ച് ഇടപെടുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായിരുന്നാലും ഒരു ലീഡർ ഇങ്ങനെയൊക്കെ തന്നെയാണ് VD സതീശൻ നയിക്കുന്നുണ്ടെങ്കിൽ 2026 കേരളത്തിൻ്റെ ഭരണത്തിലേക്ക് UDF-ൻ്റെ വഴികൾ വളരെ സുഗമമാക്കാൻ സതീശൻ്റെ ക്രിയാത്മക നേതൃത്വത്തിന് കഴിയും. പിന്നെ നേതാക്കന്മാർക്ക് പറ്റുന്ന പോലെ ഇതൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനത്തെ സ്റ്റോറി ചെയ്യുമ്പോൾ അഹങ്കാരം തലക്കി പിടിച്ചിട്ട് പിന്നെ പോയി കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അങ്ങനെ പിടിക്കില്ല എന്ന് വിശ്വസിക്കുന്നു. ആത്മാർത്ഥമായി സത്യസന്ധമായി മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ പറഞ്ഞാണ്. അത് VD സതീശനെ, എൻ്റെ നല്ല വാക്കുകൾ VD സതീശനെ ഒരിക്കലും അഹങ്കാരിയാക്കില്ല എന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്.